പൗരുഷത്തെക്കുറിച്ചുള്ള സാമൂഹിക ധാരണകളെ തിരുത്തി കുറിക്കുന്ന സിനിമകൾ ഈയിടയ്ക്ക് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ ഒരു കാറ്റഗറിയുടെ ഒരു ഹാഫ് ഷെയ്ഡിൽ വന്ന ചിത്രമാണ് 2001 പുറത്തിറങ്ങിയ ഉത്തമൻ എന്ന ജയറാം ചിത്രം. സിനിമയിലെ ഒരു പോയിന്റ് വരെ നമുക്ക് സമാധാനത്തോടെ കണ്ടിരിക്കാം. പിന്നീട് അങ്ങോട്ട് ഈ ചിത്രം നമ്മളെ നല്ല രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആക്കും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു പേടി കൊണ്ടുവരും. എന്തോ നമ്മൾ ആ അവസ്ഥയിലാണെങ്കിൽ എന്ന പോലെ. നടൻ ജയറാം ഇമോഷണൽ സീനുകൾ എത്ര അനായാസമായിട്ടാണ് ചെയ്യുന്നത് എന്നതിന് ഒരു നല്ല ഉദാഹരണമാണ് ഈ സീൻ. ജയറാമിന്റെ ആ നരേഷനിൽ നിന്നും ആ കഥാപാത്രത്തിന്റെ കഴിഞ്ഞ കാലം ഓഡിയൻസിന് മികച്ച രീതിയിൽ കണക്ട് ആവും. നടൻ ബാബു ആന്റണിയാണ് ഈ ചിത്രത്തിൽ മെയിൻ വില്ലനായി എത്തുന്നത്. അന്യായ സ്ക്രീൻ പ്രസൻസ് ആണ് ഈ ചിത്രത്തിൽ ബാബു ആന്റണിയുടേത്. നായകനേക്കാൾ മുകളിലായിരിക്കണം വില്ലൻ, പക്ഷേ ഈ ചിത്രത്തിൽ അതിന്റെ അതിപ്രസരം തന്നെ കാണാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ടെൻഷനും ഡിസ്റ്റർബിങ്ങിനും കാരണം. ക്ലൈമാക്സിൽ സിദ്ദിഖിനെ രക്ഷിക്കാനായി ജയറാമിന്റെ ഒരു വരവുണ്ട്, പക്ഷെ ക്ലൈമാക്സിലും വില്ലൻ ഒരു പടി മുകളിലാണ്. എല്ലാത്തിന്റെ അവസാനം മികച്ചൊരു സാറ്റിസ്ഫൈയിങ് ക്ലൈമാക്സ് നൽകുന്ന ഒരു മികച്ച ചിത്രമാണ് ഉത്തമൻ. നായകന്റെ മേൽ വില്ലന്റെ അതിപ്രസരം വന്ന ഈയിടയ്ക്കിറങ്ങിയ മറ്റൊരു ചിത്രമുണ്ട്. ആ ഒരു ചിത്രം ഏതാണെന്ന് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക.